നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് വിയോജിപ്പുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ഈ വിമർശനം. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന് എന്ത് പ്രസക്തി എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ചോദ്യം. ദേവസ്വം സ്വത്തുക്കൾ കൈക്കലാക്കുന്നത് തടയാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാർ, മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. ആരുമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സർവ്വവ്യാപിയായി. എല്ലാം പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ബോർഡ് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സാക്ഷിയാക്കേണ്ട തന്നെ SIT പ്രതി ചേർത്തെന്ന് ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളിയെന്ന് എഴുതിയത് മനഃപൂർവ്വം അല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദം. 3 പ്രതികളുടെയും ജാമ്യഹർജികൾ SIT എതിർത്തു. ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാണോ എന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ ചോദിച്ചു. വിഷ്ണു സുരേഷ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ ചൊല്ലി BJP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. തന്ത്രിയോട് ഒരു വിഭാഗം മൃദു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയ വ്യാജരേഖയുണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവരെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഞങ്ങൾക്ക് SITയിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ. ഇതിപ്പോൾ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയം പ്രകടിപ്പിച്ച് BJP സംസ്ഥാന നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നപ്പോഴാണ് തന്ത്രിക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചു. ഒരു വ്യാജരേഖ ചമച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി. ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. 2025 ഒക്ടോബർ 10 ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ വിമർശനം. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വ്യാജ മഹസർ ചമച്ചതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രിയെന്ന് KS രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവര് തന്നെയായിരുന്നു തന്ത്രിയെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ അറസ്റ്റിനു പിന്നാലെ ശബരിമല വിഷയത്തിൽ സമരവുമായി BJP കളത്തിലിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നേതൃത്വത്തെ കുരുക്കിലാക്കി ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. 24 കൊച്ചി. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. രാഹുലിനെ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. 3ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സമഗ്രമായ തെളിവെടുപ്പ് നടത്താൻ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചു. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി. പോലീസ് റിപ്പോർട്ട് കിട്ടാതെ ജാമ്യാപേക്ഷയിൽ എങ്ങനെ വാദം നടത്തുമെന്ന് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ചോദിച്ചു. അതിനിടെ രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. അതിജീവിതയെ ടെലഗ്രാമിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് പുറത്തുവന്നത്. പരാതിക്കാരിയായ അതിജീവിത നാട്ടിലെത്തിയാൽ കാണിച്ചു തരാമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തി. അതിജീവിതയോട് വാർത്താസമ്മേളനം നടത്താനും രാഹുൽ വെല്ലുവിളിച്ചു. പരമാവധി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കൂട്ടാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അറസ്റ്റ് നടപടികളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്ത് വന്നു. പുറത്താക്കിയ ഒരു MLA രാജിവെക്കണമെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആവർത്തിച്ചു. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ജയിലിലെ ആദ്യത്തെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക പരിഗണനകൾ ഒന്നുമുണ്ടായില്ല. ജയിൽ ഭക്ഷണം, കിടപ്പ്, തറയിൽ പായ വിരിച്ച്. പരാതികളില്ലാതെ രാഹുൽ നേരം വെളുപ്പിച്ചു.
സന്ദർശിക്കാനെത്തിയ അടൂരിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ മടക്കി അയച്ചു. സന്ദർശകരെ ആരെയും അനുവദിക്കേണ്ടെന്ന് രാഹുൽ ജയിൽ അധികൃതരെ അറിയിച്ചു. അറസ്റ്റിൽ രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് വിവിധ നേതാക്കൾ ഉയർത്തിയത്. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇരകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അസാധാരണവും വികൃതരൂപമുള്ളതാണ്. സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ ആരോടും മറുപടി പറയേണ്ട ബാധ്യതയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി പുറത്താക്കിയ MLA രാജിവെക്കണമെന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അതേസമയം FIRൽ പരാമർശമുള്ള വടകരയിലെ ഫ്ളാറ്റ് പരിശോധിക്കണമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുലിന് ഫ്ളാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്? വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടെ അറസ്റ്റ് നടപടികൾ കൃത്യമായി പാലിക്കപ്പെട്ടില്ലെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്തെത്തി. കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും എന്ന തലക്കെട്ടോടെയായിരുന്നു ഫേസ്ബുക്കിലെ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിനായി കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ദേവാലയങ്ങളിൽ വഴിപാട് നടത്തി. രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്ന് റജോ വള്ളംകുളം പറഞ്ഞു. 24 ആലപ്പുഴ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി. LDF സമരവേദിയിലാണ് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം. അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകമെഴുതിയ കപ്പാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയിയെ CBI ചോദ്യം ചെയ്തു. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 4 മണിക്കൂറിലധികമാണ് വിജയിയെ ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് വിജയ് CBI ആസ്ഥാനത്തെത്തിയത്. ദുരന്തവുമായി ബന്ധപ്പെട്ട 35 പ്രധാന ചോദ്യങ്ങളാണ് CBI ഉന്നയിച്ചത്. ദുരന്തത്തിൽ സർക്കാരിനും പോലീസിനും വീഴ്ച പറ്റിയെന്ന വിജയുടെ മുൻപത്തെ ആരോപണങ്ങൾക്കുള്ള തെളിവുകളും CBI ആരാഞ്ഞു. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടില്ല. വിജയ് സിനിമ ജനനായകന്റെ റിലീസ് തർക്കക്കേസിൽ തടസ്സ ഹർജിയുമായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിലാണ് CBFC തടസ്സ ഹർജി സമർപ്പിച്ചത്. പൊങ്കലിനായിരുന്നു സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത്. കേസുകളിൽ തീർപ്പാകാത്തതിനാൽ റിലീസ് നീളുകയാണ്. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്രത്തിനെതിരായ LDFന്റെ സമരത്തിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും. 2 ആഴ്ച മുൻപ് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നുള്ള ഇരു നേതാക്കളുടെയും വിട്ടുനിൽക്കൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ മുസ്ലിം ലീഗ് UDFലേക്ക് സ്വാഗതം ചെയ്തു. ജോസ് കെ മാണി LDFൽ ഉറച്ചു നിൽക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ഡിസംബർ അവസാന വാരം ചേർന്ന ഇടതുമുന്നണി യോഗമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സമരം നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിൽ 2 നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ എന്നിവരുടെ അസാന്നിധ്യമാണ് ചർച്ചയായത്. 2 നേതാക്കളുടെ പാർട്ടികളും ഉടൻ മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയുണ്ടായ വിട്ടുനിൽക്കൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ UDFലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. UDFലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ? UDFന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്? ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ? ജോസ് കെ മാണി LDFൽ ഉറച്ചു നിൽക്കുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. ശ്രീ ജോസ് കെ മാണി വളരെ സജീവമായി LDFന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഡൽഹിയിലായതുകൊണ്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ച സമരത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. ആദ്യ യോഗത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ആരും പങ്കെടുത്തിരുന്നില്ല. 2ാമത്തെ യോഗത്തിൽ പ്രതിനിധിയെ അയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക TB മിനിക്കെതിരെ വിചാരണ കോടതിയുടെ രൂക്ഷമായ വിമർശനം. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിലെത്താറുള്ളതെന്നാണ് ജസ്റ്റിസ് ഹണി M വർഗീസിന്റെ വാക്കാലുള്ള പരാമർശം. കോടതിയുടേത് ബാലിശമായ ആരോപണമെന്ന് അഡ്വക്കേറ്റ് TB മിനി 24നോട് പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷകർക്കെതിരെ കോടതിയുടെ വിമർശനം. 7.5 വർഷം നീണ്ട വിചാരണയിൽ അഡ്വക്കേറ്റ് TB മിനി വിചാരണ കോടതിയിലെത്തിയത് 10 ദിവസം മാത്രമാണ്. അതും കേവലം അരമണിക്കൂർ. ആ സമയവും ഉറങ്ങുകയാണ് പതിവ്.
ശേഷം പുറത്തുപോയി വിചാരണ കോടതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന രീതി ശരിയല്ലെന്ന് ജസ്റ്റിസ് ഹണി എം വർഗീസ് വിമർശിച്ചു. കോടതി വിമർശനത്തിൽ ടി.ബി. മിനിയുടെ പ്രതികരണം ഇങ്ങനെ: ഈ കോടതിയിൽ എനിക്ക് അധികം കേസൊന്നും ആ കോടതിയിലില്ല. എനിക്ക് ഈ കേസിന് എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് അവിടെ പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ള ജോലിയല്ലാതെ. അപ്പൊ അവിടെ ഇരുന്ന 4 പോലീസുകാരുണ്ട്. അവരെപ്പോഴും കോടതി സംസാരിച്ചിട്ടുണ്ടാവോ? അതിന്റെ റോൾ എനിക്കുള്ളൂ. പ്രതികളുടെ ശിക്ഷാവിധി പറയുന്ന ദിവസവും അഡ്വക്കേറ്റ് ടി.ബി. മിനി കോടതിയിൽ ഹാജരായിരുന്നില്ല. കേസിൽ പ്രോസിക്യൂഷൻ ഉടൻ അപ്പീൽ നൽകും. ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണി സമർപ്പിച്ച അപ്പീൽ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 2 ഹൈക്കോടതി മാറ്റി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന് നൽകിയ കുറ്റാരോപണ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നോട്ടീസിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് കോടതി പറഞ്ഞു. ഡോക്ടർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. സസ്പെൻഷൻ കാലയളവിൽ ഫയലുകൾ കൈകാര്യം ചെയ്തതിലാണ് വി.സി. കുറ്റാരോപണ നോട്ടീസ് നൽകിയത്. വാർത്തയിലേക്ക് വീണ്ടും. ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളെ വഹിച്ച PSLV C-62വിന്റെ 3ാം ഘട്ടത്തിലാണ് സാങ്കേതിക പിഴവുണ്ടായത്. 2025 മെയ്യിലെ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടു. 1-0. S-139 motor and both strap-ons ignite. Here's the pillar of fire meets the canvas of PSLV C-62 clearing the umbilical tower, a majestic lift-off. നോർമൽ ആൻഡ് മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ്. പതിവ് പോലെ കിറുകൃത്യമായ ആദ്യഘട്ടങ്ങൾ. PSLVയുടെ വിജയക്കുതിപ്പ് വീണ്ടും എന്ന പ്രതീക്ഷ വാനോളമുയർന്ന നിമിഷങ്ങൾ. എന്നാൽ 3ാം ഘട്ടത്തിന് ശേഷം പുതിയ വിവരങ്ങൾ ISRO നൽകാതെ വന്നതോടെ ദൗത്യത്തിൽ അനിശ്ചിതത്വം. ഒടുവിൽ 3ാം ഘട്ടത്തിൽ പിഴവുണ്ടായെന്ന വിവരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തന്നെ അറിയിച്ചു. PSLVയുടെ ചരിത്രത്തിലെ ആദ്യ തുടർ പരാജയം, അതും ഒരേ ഘട്ടത്തിൽ സംഭവിക്കുന്ന പിഴവ്. End of the 3rd stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. അതിർത്തി നിരീക്ഷണം, ദേശസുരക്ഷ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച അന്വേഷ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു റോക്കറ്റിലെ പ്രധാന പേലോഡ്. ഒപ്പം 6 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 15 ചെറു ഉപഗ്രഹങ്ങളും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പേലോഡുകളും ഇവയിൽ ഉൾപ്പെടുന്നു. വലിയ നിരാശയാണ് തുടർപരാജയത്തിലൂടെ ISROയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 18 നടത്തിയ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. അന്ന് രാജ്യത്തിന് നഷ്ടമായത് EOS-09 എന്ന തന്ത്രപ്രധാന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. അന്ന് സംഭവിച്ച സാങ്കേതിക പിഴവ് വിശദമായി പഠിക്കാൻ നിയോഗിച്ച ഫെയിലർ അനാലിസിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതേ സാങ്കേതിക പിഴവിൽ 2ാമത്തെ വിക്ഷേപണ പരാജയം. പ്രജിൻസി കണ്ണൻ, സയൻസ് ഡെസ്ക്, 24. വിദ്യാർത്ഥികൾക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വിവാദത്തിൽ സർക്കാർ നേട്ടങ്ങൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയതിലും മുഖ്യമന്ത്രിയുടെ പേര് ഉത്തരമായി വരുന്ന ചോദ്യങ്ങളിലുമാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുട്ടികളിൽ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന KSTA വിമർശിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ ശക്തമായ നീക്കത്തിന് തയ്യാറെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നേതൃത്വം തന്നെ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ മരണം 544. ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരൂർ അപകടത്തിന്റെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനെന്ന് TVK അധ്യക്ഷൻ വിജയുടെ മൊഴി. വിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നതായും വിജയ് മൊഴി നൽകിയതായാണ് വിവരം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ ഈ CBIയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്? വിജയിയോട് ഏത് സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളാണ് CBI ചോദിച്ചത്? എന്താണ് വിവരങ്ങൾ?
GK കരൂർ അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി ചോദ്യങ്ങളാണ് വിജയോട് CBI ചോദിച്ചത്. അതിലേറെ പ്രധാനപ്പെട്ടത് ഈ കരൂർ പരിപാടിയുടെ സംഘാടകൻ ആരാണ്, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു, ഒപ്പം ഈ തദ്ദേശ ഭരണകൂടവുമായി കാര്യങ്ങളിൽ ഏകോപനം നടത്തിയോ പോലീസുമായി ഏകോപനം നടത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് വിജയ് റാലിയിൽ വൈകി എത്തിയത്? കാരണം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയം, പക്ഷേ വിജയ് എത്തിയത് 7 മണിക്കൂർ വൈകിയായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അപകടം നടക്കുന്നത് അറിഞ്ഞിട്ടും എന്തിനാണ് പ്രസംഗം തുടർന്നത്? ഈ വെള്ളം ആളുകൾ ബുദ്ധിമുട്ടുന്ന കണ്ട് വെള്ളം വിജയ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അതിലൊരു ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണാത്തത്? മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വൈകി വിജയോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ R. അച്യുതൻ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നമുക്കൊരു ചെറിയ ഇടവേള, മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം വാർത്താസന്ധ്യ തുടരുന്നു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെയോടുകൂടി തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം 6 മണിവരെ 54,000 പേർ ദർശനം നടത്തി. നിലയ്ക്കലിലും പമ്പയിലും നിന്ന് സന്നിധാനത്തേക്ക് നിയന്ത്രണങ്ങളോടെ മാത്രമേ ഭക്തരെ കടത്തിവിടുന്നുള്ളൂ. ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. മറ്റന്നാളാണ് മകരവിളക്ക്. വാർത്താസന്ധ്യ ഇവിടെ പൂർത്തിയാകുന്നു. ഇനി പൊതുജനം കഴുതയില്ല സർ എന്ന പരിപാടി കാണാം. B. ദിലീപ് കുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരും ഉടൻ. നമസ്കാരം.